രാജ്യം യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യത്യസ്തനാവുകയാണ്. അതിന് അദ്ദേഹത്തിന് കഴിഞ്ഞത് കോൺഗ്രസ് എന്ന മതേതര പ്രസ്ഥാനത്തിന്റെ നേതാവായതുകൊണ്ട് മാത്രമാണ്. ഭീകരരുടെ സംഹാര താണ്ഡവം നടക്കുമ്പോൾ പ്രധാനമന്ത്രി മോദി സൗദി അറേബ്യയിലും പ്രതിപക്ഷ നേതാവ് രാഹുൽ അമേരിക്കയിലുമായിരുന്നു. തങ്ങളുടെ രാജ്യത്തിനെറ്റ ഏറ്റവും വലിയ മുറിവുടക്കാൻ ഏറ്റവും ഉത്തരവാദപ്പെട്ട രണ്ടുപേർ വിദേശത്തായിരുന്നു. ഉടനടി രണ്ടുപേരും ചാർട്ടർ ചെയ്യപ്പെട്ട പരിപാടികളെല്ലാം റദ്ദു ചെയ്തുകൊണ്ട് രാജ്യത്ത് തിരികെ എത്തി. അതിനുശേഷമാണ് ട്വിസ്റ്റ്. BJP-യുടെ നേതാവായ പ്രധാനമന്ത്രി പോയത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിലേക്കും കോൺഗ്രസ് നേതാവായ രാഹുൽ പോയത് കാശ്മീരിൽ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ് കിടക്കുന്നവരെ ആശ്വസിപ്പിക്കാനും വിറങ്ങലിച്ചു നിൽക്കുന്ന ആ ഭൂമികയിൽ സാന്ത്വനമേകാനുമാണ്. അതാണ് വ്യത്യാസം. രാജ്യം എത്തി നിൽക്കുന്ന ഏറ്റവും സങ്കടകരമായ നിമിഷത്തിൽ അധികാര കസേരയ്ക്ക് ബലം കൂട്ടാനായി നിതീഷ് കുമാറിനെ കെട്ടിപ്പിടിക്കാൻ പോയ മോദിയും മതം ചോദിച്ച് ഭീകരർപ്പിച്ച് ചിന്തിയ മനുഷ്യരുടെ അടുത്തുപോയി സമാധാനം നൽകുന്ന രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. ഇന്ത്യയുടെ മക്കളെ പരസ്പരം ഭിന്നിപ്പിച്ച് രാജ്യത്തെ തകർക്കാൻ വന്നവരാണ് അവർ എന്നും മതേതര രാജ്യത്തിന്റെ മൂല്യങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും പറഞ്ഞ രാഹുൽ അങ്ങ് ചെയ്തത് ശരീരത്തിനേറ്റ മുറിവിനേക്കാൾ മനസ്സിനേറ്റ മുറിവിനാണ് ഇവിടെ മരുന്ന് പുരട്ടിയത്.